ചായ കേട്ടോ. എന്റെ ഇച്ചായ ഈ നേരം വെളുത്ത് കണ്ണും തിരുമ്മി വന്ന് ഈ ചായ കുടിക്കണ ശീലം ഇച്ചാൻ എപ്പോഴാ തുടങ്ങിയത്? സത്യത്തില് എനിക്കിങ്ങനെ ഒരു ശീലം ഇല്ലായിരുന്നേ. അപ്പച്ചൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു സൂപ്പർ ചായ അപ്പച്ചന് കിട്ടിയിരിക്കണം. അത് നിർബന്ധം. അപ്പച്ചൻ എപ്പോഴും പറയും രാവിലത്തെ ചായ കുടിച്ച് അന്നത്തെ ദിവസത്തെ എനർജി മൊത്തം നമുക്ക് ഉണ്ടാവും. ചിലരങ്ങനെയാ. അത് അമ്മച്ചിക്ക് അറിയായിരുന്നു. അപ്പൊ അമ്മച്ചി നല്ല സ്പീഡ് ചായ ഇട്ട് കൊടുക്കുമായിരുന്നു. ഏലക്കേക്ക് ഇട്ടായിരിക്കും. അതെ അതെ. പക്ഷെ ചില ദിവസങ്ങളില്, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ, ചില ദിവസങ്ങളിൽ അമ്മച്ചിയുടെ ചായ പാളിപ്പോവും. അയ്യോ, പാളിപ്പോയാ എന്റെ പൊന്നാലീസേ, പിന്നെ അപ്പച്ചന്റെ ഒരു ദേഷ്യമുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ കട്ട വയലൻസ്. അമ്മച്ചിയെ കണ്ണു പൊട്ടണ ചീത്ത വിളിക്കും. എന്നിട്ട് ചില ദിവസങ്ങൾ വളരെ അപൂർവമായിട്ട് ചായ ഞാൻ എങ്ങനെ ഇട്ട് നിനക്കിപ്പോ കാണിച്ചു തരാം ചായ എങ്ങനെ ഇടേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ കയറി ഒരു ചായ ഇടലുണ്ട്. ഓ, ആ ചായ പട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ പട്ടി ഓർത്ത് വെച്ച് ഓടിച്ചിട്ട് കഴിക്കും. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പച്ചൻ ഈ ചായ എടുത്തൊരു കുടിച്ചിട്ട് പറയും, ദേ കണ്ടോ, ദേ ഇങ്ങനെ വേണം ചായ ഇടാൻ എന്ന് പറഞ്ഞ് ചായയും കുടിച്ച് അഭിമാനത്തോടൊരു പോക്കുണ്ട്. അപ്പൊ ഞാൻ വന്ന് ചായ എടുത്ത് കുടിച്ച് നോക്കുമ്പോഴാണ് അറിയണത് ഇത്രയും വൃത്തികെട്ട ചായ ജീവിതത്തിൽ വേറെ ഒരിടത്തും ഞാൻ കുടിച്ചിട്ടില്ല. അപ്പൊ അപ്പച്ചൻ ഞാൻ ഈ ചായ എടുത്തുകൊണ്ട് പോയി കുടിച്ചുകൊണ്ട് കിടക്കുമ്പോ അപ്പച്ചൻ എന്നോട് ചോദിക്കും, എടാ ജോർജ് കുട്ടി, ചായ എങ്ങനെ ഉണ്ട്? അഭിമാനത്തോടെ. അപ്പൊ കൊള്ളത്തില്ലെങ്കിൽ ഞാൻ അപ്പച്ചനോട് പറയും, സൂപ്പർ കേട്ടോ അപ്പച്ച. അപ്പൊ അമ്മച്ചിയുടെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം ഇന്നും എന്റെ കണ്ണിൽ നിൽക്കുകയാണ്. അപ്പച്ചന്റെ ഈ സ്വഭാവം ഇച്ചാന് കിട്ടിയത്. ചില ശീലങ്ങളൊക്കെ നമുക്ക് ചിലത് ജീനിൽ നിന്ന് കിട്ടും, ചിലത് നമ്മൾ കണ്ടുപിടിക്കും. ഇത് ഞാൻ കണ്ടുപിടിച്ചാണെന്ന് തോന്നുന്നു. എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചാന് നല്ല എന്താണ് ഇച്ചാന്റെ റേഷ്യോ അതിന് പറ്റുന്ന രീതിയിൽ ഞാൻ ചായ ഇടുന്നു. നിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൈപ്പുണ്യ അപാരമാണ്. ഞാൻ എത്രയെങ്കിലും തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചായയുടെ കേസിൽ വേറെ ലെവൽ. എന്റെ ചായ ആയിരുന്നു അപ്പച്ചൻ കുടിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം പോലും അപ്പച്ചന് ചായ ഇടേണ്ടി വരത്തില്ലായിരുന്നു. ചൂടുകൂടിപ്പോയാ എന്നെ വൃത്തികെട്ട ചായ അടി അലിസ. ഇത് വൃത്തികെട്ട ചായയാ? എന്ത് ചായ ഇങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിക്കുന്ന? ഇത്രയും വൃത്തികെട്ട ഒരു ചായ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ അപ്പം പോലും ഇട്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട ചായ. ചായ നീ ഇത് എന്നാ വെച്ചിട്ടതാ? എന്നാ വെച്ചിട്ട് എല്ലാ ദിവസം ഇടുന്ന പോലെ പാലും തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. എന്നാ പാലാ ഉപയോഗിച്ച? എപ്പോഴും കിട്ടുന്ന പാല് തന്നെ. എന്റെ പൊന്നു, പാല് ചീത്തായ? പാല് ചീത്തായതല്ല, നിന്റെ ചായ ചീത്തായതാ. അല്ലല്ല, പാലിന്റെ കുഴപ്പമായിരിക്കും. ഓ പിന്നെ എല്ലാ ഏത് കമ്പനിയുടെ പാലാ? സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് തന്നെയല്ലോ. അപ്പൊ പിന്നെ പാലിന്റെ കുഴപ്പം എങ്ങനെ വരുന്നത്? തേയിലപ്പൊടി മാറിയിട്ടുണ്ടോ? തേയിലപ്പൊടി മാറിയിട്ടില്ല, തേയിലപ്പൊടി പഴയത് തന്നെയാണ്. പിന്നെ കഷ്ടമാണ് ആലിസ, കഷ്ടമാണ്. വെറുതെ അല്ല അപ്പച്ചൻ ചൂടാകുന്ന അമ്മച്ചിയോട്. ചൂടാവില്ല, ഞാൻ വേറെ ഇട്ട് തരാം. വേറെ ഇട്ട് തന്നിട്ട് ഇനിയിപ്പോ ചായ കുടിക്കാനുള്ള മൂഡ് പോയിട്ട് ഇനി ചായ കുടിച്ചിട്ട് തന്നെ രാവിലെ ആ സിപ്പ് എടുത്തപ്പോ തന്നെ വായിക്കാത്തൊരു മാതിരി വൃത്തികെട്ട ടേസ്റ്റ്. രാവിലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എനിക്കൊരു ചായ വേണമെന്ന് നിനക്ക് അറിയത്തില്ലേ? ഇത് കുടിച്ചില്ലെന്നങ്ങ് വിചാരിച്ചപ്പോ ഇത് കുടിച്ചില്ലെന്ന് വിചാരിക്കണ്ട, ഇത് ഞാൻ കുടിച്ചോളാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ ഇന്നലെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നീ ഇന്നലെ ഉണ്ടാക്കിയ ആഹാരം ഉണ്ടല്ലോ, മഹാ ബോറായിരുന്നു. പിന്നെ അത് ഇന്നലെ പറയണ്ടായിരുന്നു. ഇന്നലെ പറയണ്ടെന്ന് പറഞ്ഞാൽ ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റുമല്ലോ. ഇതിപ്പോ അതല്ലേ, ഇതിപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ തന്നെയാണെങ്കിൽ. ഇന്നലത്തെ കറിക്ക് എന്താ കുഴപ്പം? നീ കറി ഉണ്ടാക്കിയതിന് ശേഷമാണോ മുളക് കുറവെന്ന് വെച്ചിട്ട് മുളകിട്ടത്? എന്തിനാ ഇച്ചായ ആലീസിനെ പാചകം പഠിപ്പിക്കുന്നത്? എന്റെ പൊന്ന ആലീസെ, മുളക് മാറിക്കിടക്കുകയായിരുന്നു. ഒരു എന്റെ കുറ്റാണോ മുളക് കുത്തുന്നു? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കറി ഉണ്ടാക്കുമ്പം തന്നെ ഈ മുളക് പാകത്തിനിട്ട് അതിനോടൊപ്പം ചേർക്കണം. അങ്ങനെ തന്നെയല്ലേ ഇച്ചായ എപ്പോഴും ചെയ്യുന്നത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇച്ചായ. ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് തന്നെ പറയും. ഇച്ചായ, ഞാൻ എല്ലാ ദിവസവും ഇച്ചായന് ദൈവം നല്ല രീതിക്ക് ഫുഡ് കൊടുക്കണേന്ന് വിചാരിച്ചിട്ട് ആ ഒരു വിചാരത്തിലാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലിസ ഭയങ്കര മോശമായി. ഒരു ചായ ഇട്ടാ പോലും ദൈവം ഇച്ചായന്റെ റേഷ്യോ അനുസരിച്ച് കറക്റ്റ് ആവണേന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചോണ്ടല്ല പാചകം ചെയ്യുന്നത്. കറക്റ്റാണ്. വായി വെക്കാൻ കൊള്ളത്തില്ല. തന്നെ നോക്കട്ടെ, കുടിച്ചു നോക്ക്. അയ്യോ, ഇത് പാലിന്റെ ആണെന്ന് തോന്നണ ഇച്ചായ. പാലിന്റെ
പാലിന്റെ ആണോ തേയിലയുടെ ആണോ? ഒന്നുകൂടെ കുടിച്ചു നോക്ക്, പാലിന്റെ ആണോ ഒന്ന്. ഇത് കറക്റ്റ് ആയില്ല. തേയിലയുടെ ആണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നു. ഉണ്ട്. എന്തിന്റെ ഒന്നുകൂടെ കുടിച്ചു നോക്ക്. വെള്ളത്തിന്റെ ആവാൻ സാധ്യതയുണ്ടോ? ചിലപ്പോ അതും ആകാം. ക്ലോറിൻ, ഇവിടെ ഇടയ്ക്ക് ക്ലോറിൻ. ഒന്നുകൂടെ കുടിച്ചു നോക്ക്. പഞ്ചസാരയുടെ ആവാൻ സാധ്യതയുണ്ടോ? ചാൻസ് ഇല്ല. ഒരു കാര്യം പറയട്ടെ, ഈ ചായ ജീവിതത്തിൽ ആർക്കും ഇട്ടു കൊടുക്കരുത് കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ പാളിപ്പോയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോവരുത് കേട്ടോ. ഈ ചായ ഒരു പ്രാവശ്യം പാളിയത് തന്നെ. സുരാംഗനി 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 കമാലിലേക്ക്. ആലിസേ, ആലിസേ, ആ ഇങ്ങോട്ട് വാ. എന്തേ? എന്താണ് ഇതെന്താണ്? ഇതെന്താന്നറിയാമല്ലേ? ഷർട്ട് തേച്ചോ? തേച്ചല്ലോ. ഇതാണോ തേച്ചത്? രാവിലെ അല്ല, നീ നോക്ക്, ഇതാണോ തേച്ചത്? ഇതെന്താണ് ഇത്? ഇവിടെ നോക്ക്, ഇത് നോക്ക്. ഇങ്ങനെയാണോ തേച്ചത്? ഇങ്ങനെയാണോ തേക്ക? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? അയൺ ബോക്സ് ചൂടാക്കിയതിന് ശേഷം മാത്രം തേക്കണമെന്നാണോ? അയൺ ബോക്സ് ചൂടാക്കാതെ തേക്കേണ്ട വിദ്യ എനിക്ക് അറിയാൻ പാടില്ല. ഇച്ചായ ഇത് ചൂടാക്കാതെയാണ് തേച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ചുളുക്ക് മാറാത്തത്. ഇച്ചായ വെറുതെ കിടന്ന് ചൂടാവല്ലേ. ഇത് നല്ല പോലെ തേച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടാണ് അടുക്കളയിൽ പോയി ചായ ഇട്ടത്. എങ്ങനെ? ഇങ്ങനെ അല്ലേ? ഇങ്ങനെ അങ്ങനെയായിരിക്കും. ഞാൻ നിക്കേ, ഇല്ല, ചൂട് എവിടെ? മണിക്കൂറുകളോളം ചൂട് നിൽക്കാനുള്ള വിദ്യ എനിക്ക് അറിയാൻ പാടില്ല ഇച്ചായ. ഓഹോ, അപ്പൊ നിന്റെ തേച്ചതിന്റെ കുഴപ്പമല്ല, നീ ഇത് തേച്ചിട്ട് അത് പിന്നെ ചുളുങ്ങി പോയത്. എന്താണിത്? ഷർട്ട് തനിയായിരുന്നു ചുളുങ്ങിയതാണ്. എനിക്ക് നല്ല സംശയമുണ്ട് ഇച്ചായ. എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ഇച്ചായൻ ഈ ഷർട്ട് ഇങ്ങനെ പിടിച്ച് ചുരുട്ടിയതാണോ എന്ന്. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ 2 ദിവസമായി തുടങ്ങിയിട്ട് കേട്ടാ. ശ്രദ്ധക്കുറവെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തലയ്ക്കകത്ത് നിന്റെ കേറിയിട്ടുണ്ട്. നീ അത് മനസ്സിലാക്കണം. എനിക്ക് ശ്രദ്ധക്കുറവുണ്ടെന്ന് ഇച്ചായനെ എങ്ങനെ അറിയാം? എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതൊക്കെ എനിക്കുണ്ട്. ഞാൻ നല്ല അന്തസ്സായിട്ട് തേച്ച് വിട്ടിട്ടാ പോയത്. പിന്നെ ചായ ഇട്ടപ്പോഴത്തേക്ക് അതിന് ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ പുറകെ നടന്ന് കുറ്റപ്പെടുത്തണ്ട. ഇന്നലെ വെച്ച കറി, ഇന്നിട്ട ചായ തേച്ച് വെച്ചിരിക്കുന്നത് കഷ്ടമാണ് അലിസ, കഷ്ടമാണ്. ഭയങ്കര കഷ്ടമാണ്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഭയങ്കര കഷ്ടമാണ്. നിനക്ക് പറ്റൂലെങ്കിൽ നീ പോടി. എന്നെ സഹിക്കാൻ പാടാണ്, എന്നെ ബുദ്ധിമുട്ടാണ് സഹിക്കാൻ. അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ചായൻ വേറെ പെണ്ണ് കെട്ടിക്കോ. ഈ ചായൻ വേറെ കല്യാണം കഴിച്ചോളാം. കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നീ മാറി തരണ്ടേ? ഇത് മറ്റേ വിക്രമാദിത്യന്റെ തോളിലിരിക്കണ വേതാളത്തിനെ പോലെ പറ്റി പിടിച്ചിരിക്കേ. ഓഹോ, അപ്പൊ വേറെ കെട്ടണം, അതിന് ആഗ്രഹമുണ്ട്. അത് എന്റെ വായിന്ന് തന്നെ ഇച്ചായന് കേൾക്കണം. അതായിരുന്നു ഉദ്ദേശം. അതെ, അത് തന്നെയാണ് ഉദ്ദേശം. അത് തന്നെയാണ് ഉദ്ദേശം. ഇങ്ങനെ മാറിയിരിക്കും.